നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇലക്ഷൻ സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും അവരിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയാണ്. അസോസിയേറ്റ് സ്പോൺസർ ശ്രീനാരായണ ആയുർവേദ ഹോസ്പിറ്റൽ കളയിക്കാവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, ഡോക്ടർ സരിദാസ് ബ്യൂട്ടി കെയർ കളയിക്കാവിള ആൻഡ് മാർജിൻ ഫ്രീ ഫുഡ് വെയർ നെയ്യാറ്റിങ്കര. പാവങ്ങൾക്ക് വലിയ സഹായം ചെയ്തു കൊടുക്കണം. അല്ലാതെ നാട്ടിന് വേണ്ടി ചെയ്തോണ്ടെന്നാ ഈ പാവപ്പെട്ട സ്ത്രീകൾ അങ്ങും ഇങ്ങും ജോലിക്ക് ഓടിക്കൊണ്ട് നടക്കണത്. അവര് എന്ത് ചെയ്യും? അതിന് പെൻഷൻ 7 മാസം ഇത്രയും മാസം കുടിശ്ശി അടക്കല്ലേ. പാവങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ മരുന്നിനും ഒന്നും നിവർത്തിയില്ല അടക്കണവര്. ആൾക്കാര് ഇത്തിരി നിവർത്തിയില്ലാതെ ഒരുവിധം ഒഴിച്ചടക്കണവര് അങ്ങും ഇങ്ങും ഓടി നടന്ന് ഉള്ള എടുത്ത് ജോലിയും ചെയ്ത് നടക്കണവര് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണം. അല്ല സ്വന്തം കാര്യം അക്രമ രാഷ്ട്രീയമായ ശരിയാകില്ലല്ലോ. ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യം അറിഞ്ഞു ചെയ്യുക. ജനങ്ങൾക്ക് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ, അതിന്റെ നാടിന്റെ വികസനം ആണ് ഏറ്റവും പ്രധാനം. പിന്നെ കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ, പെൺകുട്ടികൾക്ക് പ്രത്യേകം ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുള്ള ഒരു സംവിധാനം വേണം. നല്ല കാര്യങ്ങൾ ചെയ്യുക. രാജ്യത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. നേരായ രീതിയിൽ ഭരിക്കുക. നേരായ രീതിയിൽ ഭരിക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നേരെ ആയിക്കോളും. സത്യസന്ധമായിട്ട് ഭരിക്കുക, സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. കുറച്ചുകൂടെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വർഗീയമായ പല തീരുമാനങ്ങളും കുറച്ചുകൂടെ എല്ലാവരും ഒരേപോലെ കാണുന്ന ഇപ്പോഴത്തെ BJP ഭരണത്തിൽ കുറച്ച് വർഗീയത ഉണ്ടല്ലോ. തൊട്ടും തൊടാതെയും അവർ വർഗീയത കാണിക്കുന്നുണ്ട്. അപ്പം അത് ഒഴിവാക്കി കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്നാ കോൺഗ്രസ് ഭരണകാലത്ത് എന്താ ഉണ്ടോന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ന്യൂട്രലായ ഒരു ഭരണമാണ്. എല്ലാവരും ഏകദേശം ഒരേപോലെ കാണുന്ന ഒരു ഭരണമാണ്. തിരുവനന്തപുരം ഇലക്ഷനിൽ ഇപ്പം 3 ഭരണാധികാരികളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷ ആർക്കും ഇല്ല. തരൂർ സാറാണെങ്കിലും പുള്ളി ജയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ തിരുവനന്തപുരത്തിനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ആർക്കും അറിയത്തില്ല. ഇവിടെ മത്സരിക്കുന്ന 3 ആൾക്കാരെ എടുത്താലും 3 പേരും ഇവിടുത്തെ ആൾക്കാരെ അല്ല. തരൂരാണെങ്കിലും പാലക്കാടുകാരനാണ്, മറ്റേ ആളും പാലക്കാട്, പന്നിമേന്തൻ കണ്ണൂരുകാരാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഉള്ള ഒരാളെ തന്നെ നിർത്തുന്നതല്ലേ എപ്പോഴും നല്ലത്. അപ്പൊ നമുക്ക് നമ്മുടെ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ എന്റെ അഭിപ്രായത്തില് നമ്മൾ ഒരു മണ്ഡലം നിൽക്കുമ്പോൾ അത് ആ സ്ഥലത്തെ സ്ഥാനാർത്ഥി തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത്. ഇയാളെ സ്ഥലം എവിടെ? തിരുവനന്തപുരം. ഇയാള് പോയി കോഴിക്കോട് ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചു എന്ന് വെച്ചോ. അപ്പം ഇയാൾക്ക് എവിടെ നന്നാവാനായിരിക്കും താല്പര്യം? തിരുവനന്തപുരം നന്നായിട്ടിരിക്കണമെങ്കിൽ കോഴിക്കോടാണ് ആണോ? അങ്ങനെ എന്റെ അഭിപ്രായം. കാരണം നമ്മള് തിരുവനന്തപുരം ജില്ലയിൽ ഒരാളെ തന്നെ നിർത്തുന്നതായിരിക്കും. ആളില്ലാഞ്ഞിട്ടല്ല, അതായത് ജില്ലക്കാരെ നിർത്തി അറ്റ്ലീസ്റ്റ് അവരുടെ വീട് എവിടെ ആണല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊരു ഒരാളെ ജയിക്കും. അയാൾ പറഞ്ഞ ആരാ പറയണത് അയാളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇവിടെ ബൈപ്പാസ് റോഡ്, തുറവാരുള്ളത് എല്ലാം എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ചെയ്യും. പക്ഷെ ജയിക്കുന്ന ആളായിരിക്കും. ജയിക്കുന്ന ആരെന്നൊന്നും പറയാൻ ഒക്കില്ല. ജനങ്ങളുടെ കയ്യിലല്ലേ വോട്ടിരിക്കുന്നത്. അവരാരാണ്, ആരൊക്കെ ചെയ്തോ അവര് ജയിക്കും 100%. പിന്നെ ഈ പറയണ ആളുകളെല്ലാം ചെയ്യോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഓരോരുത്തർ എന്തെല്ലാം പറഞ്ഞ് അതൊക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തില്ല. ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. ചെയ്യും 100%. ഇത്രേ ഉള്ളൂ. പെൻഷൻ ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത്, കോടതിയിൽ പറഞ്ഞാൽ സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ വേറെ ആരും കൊടുത്തല്ല കൊടുക്കുന്നത്. അപ്പം പെൻഷന് വേണ്ടി നമ്മൾ കൂടുതൽ മുടുക്കാനും പാടില്ല. ഗവൺമെന്റ് അവർ തരണേനോ നമ്മൾ വാങ്ങിക്കുന്നു. അത്രേ ഉള്ളൂ. സർക്കാരിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പെൻഷൻ മുടങ്ങിയില്ല. സർക്കാരിന് പൈസ ഉള്ളവർ കറക്റ്റായി കൊടുത്തോണ്ടിരുന്നല്ല. അതുകൊണ്ടിപ്പോ നമുക്ക് സർക്കാരിന് കുറ്റം പറയാനും. അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. ശരി, താങ്ക് യു. ഇപ്പൊ ആൾക്കാർ ചെയ്യണേനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ ഇവിടെ ഇപ്പൊ തന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തില്. അപ്പൊ അതൊക്കെ ഏറ്റവും കൂടുതൽ ഇനി വരുന്നവരെങ്കിലും അത് ഏറെക്കുറെ പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അവർക്ക് ഇപ്പം കുറെ ആയിട്ട് പെൻഷൻ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ അവരെല്ലാം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ ചെയ്യാത്ത എന്താണോ അത് ഇനി വരുന്ന ആൾക്കാരെങ്കിലും നന്നായിട്ട് ഭരിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വോട്ടിട്ട് ഓരോരുത്തരെ ജയിപ്പിക്കണേ. നമ്മൾ എന്തിനാണോ വോട്ടിടുന്നത് അതിനുള്ളത് നമുക്ക് കിട്ടണം. അത്രേ ഉള്ളൂ. നമുക്കൊന്നും ചെയ്തു തരൂല. അവരെ കുടുംബങ്ങൾ നന്നാകും.
നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് വന്നു വീഴുന്ന് കിടക്കണേ. ഞങ്ങൾക്ക് പാർട്ടിക്കാരെന്ന് പറഞ്ഞ ഒരുത്തരും ഇതുവരെ ഒന്നും ചെയ്തു തന്നില്ല. അവർ ജയിക്കുമ്പോൾ അവരെ കാര്യങ്ങൾ അവർ നോക്കിക്കൊണ്ടിരിക്കും. ആര് ജയിച്ചിട്ടും പാവങ്ങൾക്ക് ഒരു കാര്യമില്ല. പറഞ്ഞ ആ പാർട്ടിനെ വെച്ച് പറയും. അപ്പം പിന്നെ അതൊരു അതുകൊണ്ട് പറയാതിരിക്കുന്നത്. നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് വീട് കഴിയും. അത്ര വേറെ ഒരു പ്രയോജനം ആര് വന്നിരുന്നു വിശ്വസിക്കുന്ന പാർട്ടിക്കാർ വന്നിരുന്നാലും ആര് വന്നു. നമുക്ക് കയറി കിടക്കാൻ ഒരു മാടം ചെല്ലമ്പല വേണം. പിന്നെ നമുക്ക് നമ്മളെ പിളപ്പ് എല്ലാം ഇങ്ങനെയുള്ള പിളപ്പാണ്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? അവരെന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളില്ലേ? ഓ വന്നാൽ കാണാം. പിന്നെ വയ്യ, വീടില്ല, നല്ല ഇടമില്ല കിടക്കാൻ, ഇതെല്ലാം ഒന്ന് പറയണം. പാവപ്പെട്ടവങ്ങൾക്ക് എന്നത്തെ ജീവിതം ഇങ്ങനെ കേൾക്കണം. ഓ വലിയ കഥയെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ എന്തൊരു പറയാൻ, വലിയ ബുദ്ധിമുട്ടുള്ളത് തന്നെ. നമുക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല. പിന്നെ നമുക്ക് ജീവിക്കണം. പിന്നെ നാരണ എല്ലാവരെ പോലെ നമ്മൾക്ക് നടക്കണം. നമ്മൾ ചാവുന്നവരെ നമുക്ക് ഇവിടുന്ന് കിടക്കാൻ ഒരു നല്ല ഇടവും വേണം. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യുന്നു. ഇത്രയും കാലം വരെ ഒന്നും നമുക്ക് ചെയ്തു തന്നിട്ടില്ല. നമ്മൾ പാവപ്പെട്ട കൂട്ടങ്ങളാണ്. ഇവിടെ വേല ചെയ്താലും വെള്ളത്തോട്ടത്തിൽ കുടിച്ച് നോക്കും. അവർക്ക് എന്താണ് തോന്നുന്നത് അതിനെ ചെയ്തു തന്നാൽ നമുക്കൊരു ഫലമുണ്ട്. ജീവിതത്തിന് ഉല്ലാത്ത വെള്ളം കുടിക്കാനുള്ള ഫലത്തിന് നമുക്ക് ഉള്ളുണ്ടെങ്കിൽ അതല്ല വേറെ ഒന്നും പറയാനില്ല. അവരെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അവർ ഇതോടെ നേടി തരില്ലല്ലോ. അവർ ആവശ്യത്തിനുള്ള എല്ലാം തരുള്ളൂ. അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ തരുന്നുണ്ട്. ഞാൻ പെൻഷൻ നമുക്ക് കിട്ടണ മാസം തോറും കിട്ടിയാൽ നമുക്ക് വെള്ളം കുടിച്ച് കിടക്കാം. ഇതേ ഉള്ളൂ. എനിക്കൊരു ഭവനം ഇല്ലാതിരുന്നു ലൈഫ് പദ്ധതിയിൽ. അപ്പോൾ ഒരു ഭവനം കിട്ടി. അത് വാർത്ത് വെച്ചിരിക്കുകയാണ്. അടുത്തുള്ള പണിക്കുള്ള ക്യാഷ് ഗവൺമെന്റ് ഇട്ട് തന്നിട്ടില്ല. അപ്പോൾ ഇനി അവര് ജയിച്ചു വന്നതിന് ശേഷം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അയാളെ കാര്യം ചെയ്യുന്നത് ഞങ്ങളിതാ ഈ വെയിലത്തിടന്ന് മരിക്കുകയാണ്. ഇതിലെന്തെങ്കിലും ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ധനസഹായം കാണിച്ചു തരണം. ഈ വെയിലത്ത് ഉച്ച നേരമായിരുന്നു. ഈ മനുഷ്യര് കിടന്നാൽ തന്നെ അടുത്ത് നമ്മൾ ആർക്കെങ്കിലും വോട്ടിടാൻ പറ്റുള്ളൂ. ഈ ചൂട് കൊണ്ട് മരിച്ചു പോയാൽ എന്തറിയും? ഞങ്ങൾ ഈ റോട്ടിൽ കിടക്കുന്ന ഞങ്ങൾ റോട്ടിരുന്ന സമയത്ത് 10 വിശയ്ക്ക് വെള്ളം കുടിക്കുമായിരുന്നു. ഇവിടെ നിന്ന് വെയിലും കൊണ്ട് മക്കളെ ദേഹം എല്ലാം പൊള്ളക്കായിരുന്നു. എന്തറിയാ, നമ്മൾക്ക് ഇത് പറയാനേ അറിയാം, വേറെ എന്തോന്ന് പറയാം. ഇത് കാണണ അവര് കാണൂല. ഈ വെയിലത്തിരുന്ന് 100 രൂപയ്ക്ക് വേണ്ടി നമ്മൾ കഷ്ടാനുഭവിക്കുന്നത്. സുഖമില്ലാത്ത ആളുകൾ ഈ വെയിലത്തിരുന്ന് മരിക്കണം. അവിടെ ആ റോട്ടിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് 10 പൈസ കിട്ടി, വെള്ളവും കുടിച്ച്. അതിന്റെ ഒരു പ്രതിഫലം മാത്രം ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഞങ്ങൾക്ക് എന്തൊരു സമാധാനമുണ്ട് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അല്ലാതെ വേറെ എന്തൊരു പറയാൻ. ഏതെങ്കിലും ദൈവം ഒരാൾ ജയിക്കൂലെന്ന് പറയൂല. നമ്മൾ 5 ആളുണ്ടെങ്കിൽ ഒരാൾ ജയിക്കും. അത് ജയിച്ചിരിക്കും പോയി. കിട്ടി കഴിഞ്ഞ ഇപ്പൊ 7-8 മാസം. ഇപ്പം കിട്ടിയത് 2 മാസത്തത് കിട്ടി. അതുപോലും കിട്ടുന്നില്ല. അത് നമ്മളെന്തൊരു അവര് തരികയാണെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങാൻ പറ്റുമോ? അവര് പറഞ്ഞാൽ തരും. ഇല്ലെങ്കിൽ നമ്മളെന്താ അതിനെ നോക്കിയിരിക്കണം. എന്ന് കിട്ടി നമ്മൾ തേടിയിരിക്കും. വെള്ളമെങ്കിലും കുടിക്കാം. അതേ ഉള്ളു. ഭർത്താക്കന്മാരില്ല, മക്കളില്ല. ഈ വെയിലത്തിരുന്ന് 100 രൂപയ്ക്ക് തരാനുള്ള വീട്ടുകളിൽ ഞങ്ങളെ കുടുംബങ്ങളെല്ലാം നശിച്ചിടാം. ഭവനം പോലെയില്ല. നമ്മൾ വെള്ളം കുടിക്കാന്നും പറഞ്ഞ് അവിടെ ഒരു നിലത്തിരുന്നപ്പോൾ അവിടെ ഒന്ന് ഞങ്ങൾ അടിച്ചോട്ടിച്ചു. അപ്പൊ അവരൊക്കെ ജയിക്കണം, ഞങ്ങളാ ഓട്ടിക്കണം. വോട്ടിടുമ്പോൾ അവർ കൈ കൂപ്പി വരും. നമ്മൾ ആർക്കെങ്കിലും ഒരു മനസ്സുള്ളവർക്ക് എല്ലാവർക്കും 5 ഓട്ടം, ഒരാളിന് 5 ഓട്ടം ഉണ്ടെങ്കിൽ 5 പേർക്ക് ഇടും. ഇത് ഓരോ ഓട്ടേനല്ല ആർക്കെങ്കിലും ഇടും. ജയിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം കണ്ടോണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം സംസാരിക്കണ ഇത് തന്നെ. ഈ വെയിലെല്ലാം കൊള്ളണ എല്ലാം ചുമ്മാ രോഗം പിടിച്ചാണ് നമ്മൾ. ഒരു കിളവുമാരും ഉണ്ട്, ഒരു മാപ്പിളകളുണ്ട്, മക്കളുണ്ട്. മക്കളെ കൊണ്ട് ഫലങ്ങളില്ല. ഈ റോട്ടിൽ വന്ന് 100 രൂപ കിട്ടിയുള്ള ജീവിതമേ ഞങ്ങൾക്കുണ്ട്. അവിടെ ഇരുന്ന സുഖമാന ജീവിച്ചോണ്ട് വന്ന് ഇപ്പൊ ഇവിടെ വന്നപ്പോ ഒരു കച്ചവടവും നടക്കണില്ല. നമ്മളാണുള്ള വോട്ട് നമ്മൾ ദൈവത്തെ ഓർമ്മിച്ചുകൊണ്ട് ഇട്ട് ആര് ജയിക്കും ആര് തോക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഈ കരിവാരികൾ മച്ചോണ്ടാണിരിക്കുന്നത്. നമ്മൾ എന്തൊരു പറയാ, എല്ലാം ദൈവ നിശ്ചയത്തിന് നടക്കല്ല. മനസ്സ നിശ്ചയത്തിന് ഒന്നും നടക്കൂല.
നമ്മള് ഇപ്പൊ 7-8 മാസമായി പെൻഷൻ കിട്ടാതെ കിട്ടിയില്ല. 2 മാസത്തെ പെൻഷന് വോട്ട് മുമ്പിൽ തന്ന് അത് എത്ര ദിവസത്തിന് വെള്ളം കുടിക്കാൻ കിട്ടില്ല ഞങ്ങൾക്ക്. അങ്ങനെയുള്ള നട്ടമീട്ട് നമ്മളിന്നാ ചെണ്ണരക്കിൽ അരി വേവിച്ച് ചെണ്ണി വേവിച്ച് ഈ കരിവാടും ചുട്ടി തന്നെ നമ്മൾ തിന്നുന്നത്. വേല ചെയ്യാൻ ആരിയില്ല, വേലിച്ച് തരാൻ ആരിയില്ല. മക്കളെ കൊണ്ട് മക്കളെല്ലാം ഓരോ കുടുംബങ്ങളായി നമ്മളെക്കാളും കരികെട്ടിയുടെ മക്കളെ ഇടാം. നമ്മൾ പോണ ഓരോ അതികളിരിക്കും. അങ്ങനെയുള്ള ജീവിതങ്ങൾ മുന്നേ മക്കൾ 2-3 എണ്ണത്തിന് ഉള്ള വെള്ളം കൂടെ വന്ന് കിടക്കണം. അവര് ജയിക്കണം, നമ്മൾ തോക്കണം. അത്തപ്പാടികൾ എന്തൊരു ഒരു തിണാലും ഇല്ല. ഒരു തിണാല് കിട്ടിയാൽ നമ്മളെ കച്ചവടവും നടക്കും, നമുക്ക് 500 രൂപ കിട്ടുകയും ചെയ്യും. ഇതൊരു തിണാലും ഇല്ല. അതിനെന്തെങ്കിലും സഹായം ഞങ്ങൾക്കുണ്ടോ? ഇപ്പോഴത്തെ ജനത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർക്ക് മുൻകൂട്ടി അറിയുക. അത് മാന്യമായിട്ടുള്ള ഇതുപോലുള്ള പാവപ്പെട്ടവരെ നോക്കാനും അല്ലെങ്കിൽ നാട്ടിൻ്റെ വികസനത്തിനുമാണ് ചെയ്യേണ്ടത്. ആര് വന്നാലും അതേ പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ്? എന്ന് കഴിഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. അവർ ഈ വെയിലത്ത് വന്നിരിക്കുന്നു, കടലിൽ മീനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അതിനുള്ളൊരു സംവിധാനം. നാട്ടിൽ കുറേ കുട്ടികൾ പഠിച്ചിറങ്ങി പല വിദേശത്ത് പോകുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള കുറേ സംവിധാനങ്ങൾ ചെയ്യുക. നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം പോവുകയാണ്. അപ്പോൾ അത് ഇവിടെ നിർത്താനുള്ള സംവിധാനം IT പാർക്ക് പോലെയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാട്ടിലൊരു വികസനം വരും. അത് ഏത് പാർട്ടി എന്നല്ല, ഏത് പാർട്ടി വന്നാലും അങ്ങനെ ചെയ്യുന്നതാണ് നാട്ടിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്, അല്ലേ? ഭരണം പറഞ്ഞാൽ സംസ്ഥാനമാണോ കേന്ദ്രമാണോ? ഇതിൻ്റെ സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ പിന്നെ പാർട്ടി ലെവലിലോട്ടുള്ള സംസാരമല്ല പറഞ്ഞത്. മൊത്തത്തിൽ ബാങ്കിൻ്റെ കടബാധ്യത ഇപ്പം തന്നെ പെരുമ്പഴൂരിൽ ഒരാൾ മരിച്ചുപോയി. അവരിട്ട പൈസ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പത്രത്തിൽ വന്നതാണ്. അപ്പം ഇങ്ങനെ ഒരുപാടടുത്ത് ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും കറക്റ്റ് ചെയ്യാനുള്ള ഇത് ഇപ്പോഴത്തെ ഭരണ സംവിധാനം ശ്രദ്ധിച്ചാൽ മതിയാവും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓരോ തലത്തിൽ ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അപ്പം എനിക്കുള്ള ബുദ്ധിമുട്ടല്ല അവർക്ക് പറഞ്ഞത്. ഓരോരോ മേഖലകളിലാണ് ബുദ്ധിമുട്ട്. അതിനെ പരിഹരിക്കുന്നതാണ് സംവിധാനങ്ങൾ ഭരണകർത്താക്കൾ ചെയ്യേണ്ടത്. എൻ്റെ ബുദ്ധിമുട്ട് എനിക്കായിരിക്കും, അവരുതായിരിക്കും, ബാങ്കിലായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നോക്കി ക്രോഡീകരിച്ച് ചെയ്യാനുള്ളതാണ് ഭരണ സംവിധാനം എന്ന് പറയുന്നത്. എൻ്റെ മാത്രമല്ല ബുദ്ധിമുട്ട്, എല്ലാവർക്കും എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുണ്ട്. അതിനെ കണ്ടുപിടിക്കാനുള്ളതാണ് ഭരണ സംവിധാനം. അതിനുള്ള ആൾക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്യുക. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ മാറും. ഇപ്പം എല്ലാം പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ ഒരു 80% മാറാൻ പറ്റും. അതാണ് പറഞ്ഞത്, ഈ ഭരണത്തിൽ കയറുന്നവർക്കറിയാം എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ മേഖലകളിൽ ചെയ്യണം. ഓരോ മേഖലയ്ക്കും ചെയ്യാനുള്ള മന്ത്രിമാർ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഓരോ മേഖലയുള്ളവർ ചെയ്താൽ മതി. ഇപ്പം തുറമുഖത്തിന്റെ കേസെടുത്താലോ അല്ലെങ്കിൽ ഇവരെ കേസെടുത്താലോ അതിന് വേറെ ഫിഷറീസ് അതിൻ്റെ ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഇലക്ട്രിസിറ്റിയിൽ അതിനൊരു മന്ത്രിയുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഓരോരോ മേഖലയിൽ ഓരോ മന്ത്രിമാരും അതിനുള്ള സെക്രട്ടറിമാരുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാം അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്. അതിന് ഓരോ മന്ത്രിമാരും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനെ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നത്. ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്ത് പൂർണ്ണമാക്കാൻ പറ്റില്ല, പൂർണ്ണതയിലെത്താക്കാൻ പറ്റില്ല, കുറേയൊക്കെ ആക്കാൻ പറ്റും. ഇപ്പോൾ അവരുടെ സംവിധാനം അവർ പറഞ്ഞില്ല, അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. ഇതുപോലെ എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്തേണ്ടത് ഭരണകർത്താക്കളും അതിൻ്റെ സംവിധാനങ്ങളുമാണ്. അപ്പൊ അയാള് ഞങ്ങൾക്ക് തരുമോ? തരൂല്ല. അത് തന്നെ മക്കളാ. അതുകൊണ്ട് നമുക്ക് അവർക്ക് അലക്ഷം ഫോൺ വയ്ക്കണ്, നോക്കിട്ടായിരുന്നു ഇവർക്ക് ഇട്ട് കൊടുക്കണം. അവർ ചോദിക്കണ് ഈ ആർക്കിടും? നമ്മളൊരു വോട്ടുണ്ട്, നമ്മളെ മനസ്സാക്ഷിയുടെ ആർക്കെങ്കിലും ഇട്ട് കൊടുക്കുകയുള്ളു. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്ന് നമ്മളെ ഭർത്താവും നമ്മുടെ സുഖയിലാടാവും തരൂല്ല. ഒരു വീട് ഭവനങ്ങൾ ഉണ്ട് ചോരണ്, അതിനുള്ള പണം തരും. ഈ ഒട്ടിക്കാൻ വേണ്ടിയുള്ള തരും, മെയിൻ്റനൻസിന് തരും. അല്ലാതെ വീട് വെക്കാൻ വേണ്ടി 4 ലക്ഷം രൂപ ഉണ്ട്. പ്രായം കഴിഞ്ഞു അതും തരണില്ല. ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ അവര് പറയുന്നത് 4 ലക്ഷം രൂപ വരും. 4 ലക്ഷം രൂപ വാങ്ങിച്ച് ഈ വീട് പൊടിച്ചിട്ട് എന്തൊരു ചെയ്യാമോ? അതും പറ്റൂല. ഒരു വീട് വന്ന് കണ്ട് ഇലക്ഷക്കാർ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് കണ്ട് വീട് കാശ് തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പറയണ ഈ പൈസ തന്നാൽ കഴിയത്തില്ല. അങ്ങനെ ആ വീട് അങ്ങനെ കിടക്കുക. താമസിക്കുന്നവർക്ക് ഇടിഞ്ഞല്ലേ ഇവിടെ മക്കളെ പേടിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത്. ബാക്കിയൊക്കെ ഒരു റൂമും അടുക്കളയെല്ലാം ചോരണം. ടെറസ് കണ്ടത് തന്നെ തെങ്ങ് വീഴുന്നതിന് ചോരണം. ഇത് കൊണ്ടുള്ള ജീവിതമാണ് നമ്മളെ ജീവിതം. ബുദ്ധിമുട്ട് നമുക്കൊന്നും തരണില്ലല്ലോ. ഇപ്പോഴല്ലേ ഭരണക്കാർ ഭരിക്കാൻ പോണം. അവര് തന്നാലേ വകയായി, അല്ലാതെ നമുക്ക് കിട്ടത്തില്ല. അത് പറയണ്ട, അതിൽ കാര്യമല്ല. എന്ത് വയസ്സിനവരും അങ്ങനെയൊക്കെ പറയും. നമുക്ക് പരീക്ഷ ഇപ്പൊ തന്നിട്ടുണ്ട് 2 മാസത്തേന് 3200. പിന്നെ വീണ്ടും ഇല്ലെന്നാണ് ഒരു അറിവ്. പിന്നെ ഇയാൾ ഭരണത്തോടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്കിപ്പൊ ഈ തരുന്നത്. തരുന്നത് ഈ പരീക്ഷ തരുന്നത്.
പിന്നെ വീണ്ടും കമ്മോട് ജയിച്ചാലും നമുക്ക് പെൻഷൻ തരും. ഇല്ലെങ്കിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ പാവങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് വെള്ളം കുടിക്കണ്ടാലോ മക്കളെ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത്. സ്ഥാനാർത്ഥികളെ അവര് പറഞ്ഞിരിക്കുന്ന വികസനങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ജയിക്കുന്നത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഈ നാട്ടിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ളതായിട്ട് തോന്നുന്നു? ഡെവലപ്പ് ചെയ്യാനേ ഉള്ളൂ, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജനിച്ച അന്ന് തൊട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും കാണുന്നത്. ഒരു കാര്യങ്ങൾ നമ്മുടെ തലസ്ഥാനം തന്നെ നോക്കിയാലറിയാം. തലസ്ഥാനത്ത് അന്ന് കാണുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷനും ഒരു ബസ് സ്റ്റാൻഡും അല്ലാതെ വേറെ ഒരു വികസനം അതിനകത്ത് നടന്നിട്ടില്ല. പഴയ സെക്രട്ടേറിയറ്റും പഴയ എല്ലാ സംവിധാനങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു മാറ്റം വരണം. പലരും മാറ്റം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 15 വർഷമായിട്ട് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ആ ഒരു മാറ്റമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. ഇവിടുത്തെ റോഡിന്റെ പണി ക്ലിയർ ചെയ്യണം. മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനകരമായ എന്ത് കാര്യങ്ങളുണ്ടോ അതെല്ലാം ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാനുള്ള ഒരു ഇത് കാൻഡിഡേറ്റിനുണ്ടാവണം. ഒരാൾ ജയിക്കുമല്ലോ, അത് ജയിക്കും. അപ്പൊ അയാള് ജനങ്ങൾക്ക് വേണ്ടി നാടിന് വേണ്ടി ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അഭിപ്രായം? എന്തോ ചെയ്യാൻ പറഞ്ഞ നമ്മളെ റോഡുകളൊക്കെ കണ്ടില്ലേ, എല്ലാം വെട്ടി പൊളിഞ്ഞും പറഞ്ഞു കിടക്കുന്നുണ്ട്. അതന്നെ മെയിനായിട്ട് എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹപ്പെടുന്നു. അത്ര ഇതിലൂടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷമായി ശശി തരൂർ ഇവിടെ ജയിക്കുന്നു, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി അടുത്ത വന്ന ആള് എന്തിനാണ് ചെയ്യുന്നത് നമുക്കൊരു ഇതുമില്ല. അത് അവര് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ 3 പേര് മത്സരിച്ചു. എന്താണ് ഒരു കുറവുള്ളതെന്ന് ആ സ്ഥാനാർത്ഥികൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവര് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവര് ചെയ്യുന്നില്ലേ. പിന്നെ NDA സ്ഥാനാർത്ഥി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലാതെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഈ ചൂട് സമയത്ത് എന്ത് പറയാൻ, അവരാണ് ചെയ്യേണ്ടത്, നമ്മളല്ല. ഇപ്പൊ എന്താണ് ഒരു കുറവുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ 15 വർഷമായ ഒരു ഇവിടെ നിന്ന് ജയിച്ച ആൾ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരുപാട് വികസനങ്ങൾ വരേണ്ടതാണ്. ആ വികസനങ്ങളെല്ലാം മുരടിച്ച് കിടക്കുന്നു. അപ്പം ഭരണ സ്ഥാനാർത്ഥികൾ പാർലമെന്റിൽ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്ത് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കടമയാണ്. അദ്ദേഹം ചെയ്യുന്നില്ല. ഇനി പറഞ്ഞ ആരായാലും ഇപ്പൊ ആരാണെന്ന് കൃത്യമായിട്ട് പെട്ടിയിലായി കിടക്കുന്ന ഒരു സാധനം നമുക്ക് എനിക്കോ താങ്കൾ പറയാൻ പറ്റില്ല. ജയിച്ചു പറഞ്ഞ ഒരാൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം. വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമല്ല, നാട്ടിന് വികസനം ചെയ്യണം. ജയിച്ച ആരായാലും ശരിയാണ്. നമ്മുടെ നാട്ടിന് വികസനം കൊണ്ടുവരണം. അത് പോയിട്ട് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം വേണം. സമാധാനമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ ജീവിക്കണം. ഇപ്പോഴത്തെ ഭരണത്തിന്റെ പോരായ്മകളെ കുറിച്ച് പറയുമോ? യാത് വരണം, കേന്ദ്ര ഗവൺമെന്റ് വരണോ, കേരള ഗവൺമെന്റ് വരണോ? ഭരണത്തിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ തുടർ ഭരണമല്ലേ. പിന്നെ ഭക്ഷ്യ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണ്. വണ്ടിയുടെ ഫെയർ പാർട്സ് സാധനങ്ങൾക്ക് വില കൂടുതലാണ്. എല്ലാ സാധനങ്ങൾക്കും ഇപ്പം പൊതുവെ ഇന്ത്യയിൽ വില കൂടുതലാണ് എല്ലാത്തിനും. പിന്നെ ആരെയും നമ്മൾക്ക് കുറ്റം പറയാൻ ഒക്കില്ല. പക്ഷെ നമ്മളെ സ്വല്പം സഹായിക്കുക, ഏത് ഗവൺമെന്റ് ആയിരുന്നാലും സാധാരണക്കാരെ കുറെ സഹായിക്കുക, അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആഹാരം, പാർപ്പിടം, നമുക്ക് താമസ സൗകര്യം, യാത്രാ സൗകര്യം, വെള്ളം, വെളിച്ചം, ഇതൊക്കെ നമുക്ക് നമ്മളെ സർക്കാർ നമ്മളെ സംരക്ഷിക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരായിരുന്നാലും ഏത് പാർട്ടി ആയിരുന്നല്ലോ, ആര് വന്നിരുന്നാലും നമുക്ക് നാട്ടിന് വികസനം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ആവശ്യം. അതായത് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് അടിവെക്കാനും സമയമില്ല, ജാതി അടിസ്ഥാനത്തിൽ അടിവെക്കാനും നമുക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വളരണം. എല്ലാം ഏത് രീതിയിൽ നോക്കിയാലും, വിദ്യാഭ്യാസത്തിലായാലും തൊഴിൽ മേഖലയിലായാലും നാട് പുരോഗമിക്കണം. അത് എല്ലാ രാഷ്ട്രീയക്കാരും അടുത്ത് വരുന്ന രാഷ്ട്രീയക്കാരെ കുറെ കുറ്റം പറയുന്നുണ്ട്. അവര് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ വന്നാൽ ഇതുപോലെ പലതും ചെയ്യും. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തർ വാദിക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യും എന്ന് വാദിക്കുന്നുണ്ട്. പക്ഷെ ആ വാദം എത്രത്തോളം ശരിയാണ് എന്ന് നമ്മൾ സാധാരണക്കാരായ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അതേ ഉള്ളൂ. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പൊ ഇന്ത്യ ആയാലും കേരളമായാലും വളരെ ബുദ്ധിമുട്ടാണ്. ദാരിദ്ര്യം ഒരു പരിധി വരെ ഇവിടെ സാധാരണക്കാരന് ജീവിക്കാനുള്ള ഒരു സൗകര്യം, ഒരു സെറ്റപ്പ്, ആ ഒരു ജീവിതം ഉണ്ടാക്കാൻ ഒരു ഗവൺമെന്റിന് സാധിക്കണം. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയാലും സാധാരണക്കാരൻ ജീവിക്കണം. തൊഴിലവസരങ്ങൾ എല്ലാം പറഞ്ഞാൽ അങ്ങനെ ഓരോ രാഷ്ട്രീയക്കാരും ഭരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതാണ്
ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിഷയം അതാണ്. ഓരോരുത്തർ പരസ്പരം പറയും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇന്നത് ചെയ്യും എന്ന് പറയും. പക്ഷെ ഒന്നും നടക്കില്ല. ഇനി നമുക്ക് ആരോടി നമ്മളെ സങ്കടങ്ങൾ ആരോടി പറയാൻ സാധിക്കും? നമ്മൾ ഓരോരുത്തർക്ക് വോട്ട് കൊടുത്ത് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ജയിച്ചു വന്നാൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോരുത്തർക്ക് വോട്ട് കൊടുക്കും. അവര് അധികാരത്തിൽ കയറി കഴിയുമ്പോൾ അവരവരായ ഓരോ കാര്യങ്ങളും സാധാരണക്കാരനെ അങ്ങ് അവഗണിച്ച് കളയുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ആഹാരം, ഭക്ഷ്യ സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വില കുറച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഇപ്പം കൂടുതലും ഉള്ളത്. അപ്പൊ അത് കണക്കാക്കിക്കൊണ്ട് അവരങ്ങനെ ഭരിച്ചിരുന്നെങ്കിൽ നമ്മളെ രാജ്യമൊക്കെ ഇന്ത്യ മഹാരാജ്യമൊക്കെ എന്നെ നന്നാവുമായിരുന്നു. അങ്ങനെയുള്ളൊരു വിഷമമേ ഉള്ളൂ മനസ്സിനകത്ത്. എന്റെ ഭർത്താവിന് അസുഖം ഒന്നും തന്നിട്ടില്ല ഇതുവരെ, തന്നെ പറയാവുള്ളൂ. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ചികിത്സാ സഹായം ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. ആശുപത്രിയിലൊക്കെ കിടന്നിട്ടുണ്ട്, മെഡിക്കൽ കോളേജിലൊക്കെ ഇതൊക്കെ ചെയ്തു, ഓപ്പറേഷനൊക്കെ. ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. ഇപ്പോഴും ചികിത്സയിൽ തന്നെ. ഇപ്പൊ നേരത്തെ ആശുപത്രി കിടന്നു. എനിക്കൊരു വീടില്ല, ഒന്നുമില്ല. നമുക്ക് എന്തിന് അവര് സഹായിക്കാൻ ഒന്നുമില്ല. ജയിക്കുന്നവരെ പറയും സഹായിക്കാം, അത് തരാം ഇത് തരാന്ന് പറയും. ജയിച്ചു കഴിയുമ്പം പിന്നെ ഒന്നുമേ ഇല്ല. പെൻഷൻ പോലും നേരെ കിട്ടണില്ല ഇപ്പോഴും. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. റോഡിൽ ഒരു തട്ടും വെച്ചോണ്ടിരിക്കുന്നു. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല. ഇവര് ഒന്നും പറയാനും ഒക്കില്ല, ഒന്നിനും ഒക്കില്ല. ഇലക്ഷൻ വരെ എല്ലാ കാര്യവും സാധിച്ചു തരാന്ന് പറയും. ഇലക്ഷൻ കഴിയുമ്പോൾ അവരവരെ കാര്യം നോക്കണം. അങ്ങനെയേ ഉള്ളൂ. പിന്നെ വേറെ എന്തു പറയാനായിട്ട്? ഇപ്പോഴത്തെ ഭരണം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ബുദ്ധിമുട്ട് പെൻഷൻ പോലും കിട്ടൊക്കെ ഇല്ലായിരുന്നല്ല. ഒരേ ബുദ്ധിമുട്ടി തന്നെ. 6-7 മാസത്തെ പെൻഷൻ കിട്ടണം. അതിലിപ്പോ 2 മാസം വല്ലതും തന്നെ തന്നു, ബാക്കിയില്ല. ഇനി ഇവിടെ കിട്ടാൻ ഇനി തരൂല. അത് ഒരേ ബുദ്ധിമുട്ടി തന്നെ നമുക്ക്. റോഡിൽ ഒന്ന് ഈ വെയിലത്തിരിക്കുന്ന ഒരു തട്ടും വെച്ചുകൊണ്ട് ഒരു നിവർത്തിയില്ല ജീവിക്കാൻ. എന്ത് പറയാൻ പറ്റും? തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഓരോ കുടുംബങ്ങളായി നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർക്കില്ല. നമുക്കാണെങ്കിൽ നല്ല ദേഹസ്വം പോലും ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ഇലക്ഷൻ വരെ പറയും കഴിയുന്നവരെ എല്ലാം തരാം, നിങ്ങൾക്ക് എല്ലാം തരാമെന്ന്. വോയിസ് ഓഫ് പീപ്പിൾസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ.